ഹായ് ഡിയർ. കറണ്ട് എനർജി ഓഫ് ദ പേഴ്സൺ. നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കണക്ഷൻ, കോണ്ടാക്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കത് ഒരു സമാധാനം നൽകിയേക്കാം. ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു വ്യക്തി മുന്നോട്ടേക്ക്, അതായത് ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ അവർ മറ്റൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ എത്രയായാലും അവരുടെ മനസ്സിനുള്ളിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഇടയ്ക്കൊരു ചിന്തയൊക്കെ അവർക്ക് വന്നേക്കാം. അതായിരിക്കും ഈ റീഡിങ്ങിൽ നിങ്ങൾ കാണുന്നത് അല്ലേ? പക്ഷേ റിയാലിറ്റി മറ്റൊന്നായിരിക്കും. അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ മാറി നിൽക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ? അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ആ ഒരു ജനറൽ റീഡിങ്ങിൽ ചിലപ്പോൾ അത് മറ്റൊരു വ്യക്തിക്കുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. നമ്മൾ ആ ഒരു റീഡിങ് കാണുമ്പോൾ അതിലൊരു 50% കാര്യങ്ങൾ നമുക്ക് റെസണേറ്റഡ് ആയിട്ട് വരുമ്പോൾ ബാക്കി 50% നമുക്കുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ കരുതുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും അങ്ങനെ ആകണം എന്നില്ല. നിങ്ങൾക്കുള്ള കറക്റ്റ് റീഡിങ് എന്താണ് എന്നറിയണമെങ്കിൽ അതൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ടാരറ്റ് റീഡിങ്സ് കണ്ടുകൊണ്ടേയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു സമാധാനം കിട്ടുന്നുണ്ട്. പോകെ പോകെ നിങ്ങൾക്ക് ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറും. അത്തരത്തിൽ നിങ്ങൾ രാവിലെ മുതൽ ചിലപ്പോൾ ഉറങ്ങുന്നവരെ ഇത് തന്നെയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് വീണ്ടും നമ്മൾ റിയാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഈ ഒരു ടാരറ്റ് റീഡിങ് കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള റീഡിങ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കും. നിങ്ങൾ മറ്റ് നെഗറ്റീവ് തോട്ട്സിലേക്ക് പോവില്ല. അതായത് നിങ്ങൾക്ക് ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കില്ല. അതിൽ ആ റീഡിങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു അഡിക്ഷൻസിലേക്ക് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ അവർ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? അപ്പോൾ അവരുടെ ആഗ്രഹത്തെ നമ്മൾ വിലമതിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്ത് റീസൺ ആയിക്കോട്ടെ, സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും, അപ്പോൾ അവർക്ക് മറ്റൊരു ചോയ്സ് ലഭിച്ചു അതുകൊണ്ടാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ആ ഒരു സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ അവരെ വിട്ടുകൊടുക്കുക. അതോടൊപ്പം ഈ ഒരു ചിന്തകളിൽ നിന്ന്, ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തി എന്നുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങളും സ്വതന്ത്രരാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്വതന്ത്രമാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക. ഈ ഒരു ടാരറ്റ് റീഡിങ്സിൻ്റെ അഡിക്ഷൻസിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുക, അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ ഡിയർ, അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും സാധിക്കാം. അപ്പോൾ അതിന് കഴിയണം ഡിയർ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിലപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ ടാരറ്റ് റീഡിങ്സ് കണ്ട് ഒരു സമാധാനം കണ്ടെത്തി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരിക. എന്താണ് അവരിപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് റിയാലിറ്റി. ഒരു പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വരും. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി നിൽക്കുന്നതല്ലേ ബെറ്റർ. ഓക്കെ, നിങ്ങൾ അതുവരെയും നിങ്ങൾ ഇങ്ങനെ ടാരറ്റ്സിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അഡിക്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സമയമാണ് പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ അത്രയും ഹെൽത്തും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഡിപ്രഷൻ സ്റ്റേജൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വീക്കാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. ആരോഗ്യമായാലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ സമാധാനം ഒക്കെ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. മനഃപൂർവ്വം ചെയ്യുന്നു എന്നല്ല. നിങ്ങൾ ശ്രമിച്ചാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക, നിങ്ങളും സ്വതന്ത്രമാകുക. നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹെൽത്ത്,
അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ ഒരു വ്യക്തി തിരിച്ച് വരാനുണ്ടെങ്കിൽ വരും, അതല്ല നിങ്ങളുടെ പാത്ത് മറ്റൊന്നാണ്, നിങ്ങളുടെ പേഴ്സൺ മറ്റൊന്നാണെങ്കിൽ അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മറ്റു വ്യക്തികളോട് സംസാരിച്ചിട്ടുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് ആയിട്ട് നൽകുന്ന ഒരു എന്താ പറയുക, ഒരു ഉപദേശം എന്നതിലുപരി നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെന്ത് പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ടാരറ്റിന് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനീ പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് നൽകാനായിട്ട് സാധിക്കും ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ. അതുപോലെ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാറ്റിലും നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ടാരറ്റ് യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനും ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പല കാരണങ്ങൾ കൊണ്ടും വീഡിയോ ചെയ്യാൻ കഴിയാത്തതാണ്. ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ എംപവർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ കുറച്ചുകൂടി പവർഫുള്ളാക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഗൈഡ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.